ഇന്ന് അക്കുടുൻ്റെ ബർത്ത്ഡേ ആയിട്ടുള്ള വിശേഷങ്ങളാണ്. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ കാർത്തിനോട് ചോദിക്കുക, കൊച്ചിൻ്റെ അടുത്ത പിറന്നാളാവാനായില്ലേ, എന്നിട്ടാണോ നിൻ്റെ വീഡിയോ ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്നതെന്ന്. ബൈ എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടല്ലോ ദാസ. അക്കുൻ്റെ ബർത്ത്ഡേ നവംബർ 14 കഴിഞ്ഞ വർഷവും ഈ വർഷവും ഞങ്ങളിവിടെ ആയിരുന്നുകൊണ്ട് പ്ലാൻ ചെയ്തത് സ്റ്റേക്കേഷനും. വീട്ടിൽ നിന്ന് ചെറിയ രീതിയിലുള്ളൊരു കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ദുബായിലുള്ള ഒരു ഹോട്ടലിലായിരുന്നു സ്റ്റേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വീടിൻ്റെ അടുത്തായിരുന്നു പയ്യന്നൂർ റെസ്റ്റോറൻറ്റ്. അവിടെ പോയി ഒരു ബിരിയാണിയും തട്ടി നേരെ അവിടേക്ക് വച്ചു പിടിച്ചു. കറക്റ്റ് ടൈമിംഗ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെയധികം നേരത്തെയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ 3 മണിക്കെങ്ങാനായിരുന്നു ചെക്കിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങളിവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ 3:30 കഴിഞ്ഞിട്ടുണ്ടായി. ആട്ടും പാട്ടവും ഒക്കെ കഴിഞ്ഞ് അവിടെ എത്തുമ്പോഴത്തേക്ക് എന്തായാലും ഒരു സമയമാവുമെന്ന് അറിയാമായിരുന്നു. അതിൻ്റെ ചൊറിച്ചിലൊക്കെ കറുത്തി എന്നോട് പറഞ്ഞു തീർക്കുന്നുണ്ടായിരുന്നു. വാട്ടെവർ, എനിക്കിത് ശീലമായതുകൊണ്ട് ഞാൻ അത്ര മൈൻഡാക്കാനും പോയില്ല. നാഷണൽ ഡേൻ്റെ ഭാഗമായിട്ടാണോ തോന്നുന്നു അവിടെ എന്തൊക്കെയോ ഹെലികോപ്റ്ററും അതുപോലെ എയർ ഷോയും എന്തൊക്കെയോ അതുപോലത്തെ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. അല്ലോട് രാവിലെ സ്കൂളിൽ പോയതിൻ്റെ ക്ഷീണത്തിൽ മൂപ്പരങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ അക്കൂന് ഫ്രണ്ട് സീറ്റിലിരുന്ന് എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്നതാണ് എൻ്റെ പരിപാടി. വളരെ നല്ല കുട്ടിയാണ്. അവനെ കൊണ്ട് അങ്ങനെ അലമ്പ വിശന്ന് കഴിഞ്ഞാലുള്ള ചെറിയൊരു പ്രശ്നം മാത്രമേ അവനുള്ളൂ. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ FM എന്നൊരു ന്യൂസ് കേട്ടോ, ഇന്ന് എന്താ ചിൽഡ്രൻസ് ഡേ ആണ്, അക്കുന്റെ ബർത്ത്ഡേ ആണ്. അതുപോലെ ഒരാളുടെ ബർത്ത്ഡേ കൂടിയുണ്ട്. ഷെയ്ഖ് ഫസയുടെ ബർത്ത്ഡേ ആണ് ഞാൻ ഇപ്പോൾ അറിഞ്ഞത്. ഡിയർ ഷെയ്ഖ് ഫസ, മിനിമൽ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. നിങ്ങൾക്ക് ഒരു ബർത്ത്ഡേ മേറ്റ് കൂടിയുണ്ട്. ചോട്ട ബച്ച. You can talk in English here. നിങ്ങളുടെ സമ്മർദ്ദം മൂലം നമ്മൾ ഇന്നും ലേറ്റ് ആണ്. ഇറ്റ്സ് ഓൾറെഡി 5:30. നമ്മൾ പോന്നു. അവരോടൊരു കേക്കിന് റിക്വസ്റ്റ് ചെയ്യും, കിട്ടിയിട്ടുണ്ടെ കട്ട് ചെയ്യും, ഇല്ലെങ്കിൽ നമ്മൾ പോയി ഫുള്ളൊക്കെ ഇറങ്ങി. നമ്മൾ പോകുന്ന റിസോർട്ടിന്റെ പേര് എന്താണ്? അഠാനം, ഹോട്ടൽ അഠാനം. Horrible life. Aku. അങ്ങനെ ഞങ്ങൾ ലൊക്കേഷൻ എത്താനായി. ഈ ലാസ്റ്റ് മെട്രോൻ്റെ അടുത്ത് എങ്ങാനായിരുന്നു ഈ ലൊക്കേഷൻ വരുന്നത്. ഹോട്ടൽ എറ്റാന ആയിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെയാണെങ്കിൽ എന്തൊക്കെയോ കൺസ്ട്രക്ഷൻസ് ഒക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ വഴി ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ, മാപ്പിനും ഗൂഗിൾ മാപ്പ് പോലും കറക്റ്റ് വർക്ക് ആവാത്ത പോലെ അവിടെ നിന്ന് തോന്നി. ഇതാ കാണുന്നതാണ് ബിൽഡിങ്, അങ്ങോട്ടാണ് പോകേണ്ടത്. പക്ഷെ അവിടെ എത്താൻ വേണ്ടിയിട്ട് കുറേ വളഞ്ഞു പോകുന്നത് പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3:30 ചെക്കിൻ പറഞ്ഞ ഞങ്ങൾ അവിടെ എത്താൻ ഏകദേശം 5:30 അടുപ്പിച്ച് തന്നെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. വണ്ടി വാലറ്റും പാർക്കിംഗ് ഏൽപ്പിച്ചു. അതിനുശേഷം ഞങ്ങൾ ഉള്ളിലേക്ക് കടന്നു. ചെക്ക് ഇൻ പ്രോസസ്സ് ഒരു 5 to 10 minutes മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. മുന്നേ പറഞ്ഞ പോലെ കേക്കിന് റിക്വസ്റ്റ് ചെയ്തെങ്കിലും അവരവിടെ നിന്ന് പറഞ്ഞത് 24 hours ബിഫോർ പറഞ്ഞാലേ അവർക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്നായിരുന്നു. പക്ഷേ ഞങ്ങൾ മുന്നേ പോയിട്ടുള്ള റിസോർട്ട്സിലും ഹോട്ടൽസൊക്കെ ആ സമയം ചെക്ക് ഇൻ ടൈം പറഞ്ഞപ്പോൾ അവർ കേക്കൊക്കെ
ഫംഗ്ഷന് വേണ്ടി റൂമിലെത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇവരെന്തോ ഇവിടെ 24 hours മുന്നേ പറയണമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കേക്ക് വാങ്ങി കട്ട് ചെയ്യാന്നുള്ള മുന്നേ പറഞ്ഞിട്ടുള്ള ആഗ്രഹം അങ്ങനെ ഫ്ലോപ്പ് ആയിരിക്കുകയാണ്. വഴിയുണ്ടല്ലോ, ദുബായ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, കരീം, കീറ്റ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഈ റൂമിലേക്ക് പോയി. പിന്നെ ആകെ ഉണ്ടായിരുന്നൊരു ഡൗട്ട്, പെട്ടെന്ന് കേക്ക് ഓർഡർ ചെയ്യണം. കീറ്റയായിരുന്നു ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അല്ലുവിന് ഭയങ്കര ആഗ്രഹം അവൻ്റെ റൂം ഓപ്പൺ ചെയ്യണമെന്ന്. അങ്ങനെ നമ്മളിത് റൂമിലേക്ക് പോവുകയാണ്. ഇവൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് എല്ലാ കാര്യത്തിലും, ഭയങ്കര ഓവർ എക്സൈറ്റഡ് ആണ് അല്ലു എല്ലാ കാര്യത്തിലും. അല്ലുവിനെ അടുത്തറിയുന്ന ആൾക്കാർക്ക് അറിയാം. അങ്ങനെ അല്ലോട്ടിരുന്ന റൂമൊക്കെ ഓപ്പൺ ചെയ്ത് ഞങ്ങൾ ഉള്ളിലേക്ക് വന്നു. എൻ്റെയും കാര്യത്തിൻ്റെ മനസ്സിൽ കേക്ക് കിട്ടുമോ എന്താവും അങ്ങനെയൊക്കെ ആയിരുന്നു ചിന്തിക്കുന്നുണ്ടായിരുന്നത്. പിള്ളേർക്ക് ഇതിനെ പറ്റിയൊന്നും ഭയങ്കര പ്രശ്നം ഒന്നുമില്ലല്ലോ, അവർക്ക് പൂളി കഴിക്കണം, പൂളിലിറങ്ങണം. അല്ലോട് എപ്പോഴും പൂള് സ്വിമ്മിംഗ് ഒന്നും അറിയില്ലെങ്കിൽ തന്നെ എല്ലാ സമയവും പൂളി കളിക്കണം എന്നായിരുന്നു. റൂമൊക്കെ അത്യാവശ്യം വലിപ്പമുള്ളതായിരുന്നു. 800 ഉള്ളിലെങ്ങാനായിരുന്നു റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു പീക്ക് ടൈം ആയതുകൊണ്ട് തന്നെ ഈ ഒരു റേറ്റ് ആയിരുന്നു. അപ്പം ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ഒന്നുകൂടി എടുത്തതായിരുന്നു. അത്യാവശ്യം സ്പേസ് ആയിട്ടുള്ള, നമുക്ക് ഇവിടെ സിംഗിൾ 3 ബെഡായിരുന്നു. അത് ഞങ്ങൾ 1 സൈഡ് 2 ബെഡ് ഇട്ട് ഒരു സിംഗിൾ ബെഡ് ഇട്ടിട്ടായിരുന്നു അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല വലിപ്പമുള്ള വാഷ്റൂമും അതുപോലെ തന്നെ എല്ലാം ഉള്ള ഒരു നല്ല റൂമായിരുന്നു. ഇവിടുന്ന് നോക്കുമ്പോൾ പൂൾ വ്യൂ കൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾ 8th ഫ്ലോറിലെങ്ങാനായിരുന്നേ. അത്യാവശ്യം നല്ല റൂമായിരുന്നു. ലൈറ്റിങ് കുറച്ച് കുറവുള്ളതുപോലെ, ബാക്കി എല്ലാത്തിനും കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചൊരു ഈറ്റഡായിട്ട് ഫീൽ ചെയ്തു. അതിനുശേഷം ഞങ്ങളെല്ലാവരും ഡ്രസ്സ് ചെയ്തിട്ട് ഡിന്നർ കഴിച്ചിട്ട് വരാമെന്നുണ്ട്. ഇപ്രാവശ്യം ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ ഡിന്നർ ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഐ തിങ്ക് ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഇൻക്ലൂഡഡ് ആയിരുന്നു. അല്ല ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഇൻക്ലൂഡഡ് ആയിരുന്നുള്ളൂ. ഡിന്നർ ഞങ്ങൾ നോർമലി പാക്കേജിൽ എടുക്കാറില്ല, പുറത്തു പോയിട്ട് കഴിക്കാൻ മതി. അപ്പം ഞാൻ കറക്റ്റിനോട് പറഞ്ഞു ഇപ്രാവശ്യം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഡിന്നർ കഴിക്കാൻ പോയി. എന്തൊക്കെയോ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. വാവ് ഫാക്ടറായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഒരു സെക്കൻഡ് ടൈം എടുക്കാനുള്ള ഒരു വലിയ ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതും എനിക്കറിയില്ല. പിന്നെ പെട്ടെന്ന് തന്നെ റൂമിൽ വന്നിട്ട് കേക്ക് കട്ടിങ് നോക്കി. Happy birthday, dear Akunda. Happy birthday to you. ദാലുവിനെ കണ്ടില്ലേ, അതാണ് അവൻ്റെ സ്വഭാവം. ഭയങ്കര വെച്ചപ്പാടാ. ശരിക്കും എൻ്റർടൈൻമെൻറ്റിന് അവനൊരാളും മതി. അങ്ങനെ അക്കു ഇന്ന് 2ാമത്തെ ബർത്ത്ഡേ ആഘോഷിച്ചു. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് രാവിലെ ആയപ്പോഴത്തേക്കും ഇതാ ചേട്ടൻ കുട്ടിയും കുളിസീനൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ മുന്നത്തെ പറഞ്ഞ പോലെ ഇതാ ഇവിടുന്ന് നോക്കുമ്പോൾ ഞങ്ങൾക്ക് പൂൾ വ്യൂ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു, ഇതെന്താ ആരും പൂളിലേക്കൊന്നും ഇറങ്ങാത്ത, എല്ലാവരും വെയിലൊക്കെ കൊണ്ടിരിക്കുകയാണല്ലോ എന്ന്. പിന്നെ അല്ലു ഭയങ്കര എക്സൈറ്റഡായി അത് തന്നെ പൂളിനെ പറ്റി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പൂളിൽ പോവാം. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പൂളിൽ പോകാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് അത്യാവശ്യം ടേസ്റ്റി ആയിരുന്നു. ബോയിൽഡ് എഗ്ഗ്, കുറേ ഐറ്റംസ് എഗ്ഗ് ഉണ്ടായിരുന്നു. എഗ്ഗായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അവനെ കൊണ്ടാവുന്നതും പോലെ അന്നാറക്കണ്ണനും തന്നല്ല ഇതെന്ന് പറയുന്ന പോലെ അവന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇതായിരുന്നു ഇതിലേറ്റവും അല്ലുവിന് ഇഷ്ടമുള്ള ഭാഗം, പൂളിലേക്കൊക്കെ പോയി. ഈ ഒരു സാധനം ഞങ്ങളിവിടെ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ നൂണിന്ന് വാങ്ങിയതാണ്. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിരുന്നു. കാലും അങ്ങനെ താഴോട്ടേക്ക് പോയിരിക്കുന്നത് കൊണ്ട് തന്നെ മൂപ്പർ ഹാപ്പിയായിരുന്നു. അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഒരു ദിവസത്തെ സ്റ്റേക്കേഷനും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് അബുദാബിയിലേക്ക് പോകുമായിരുന്നു. നല്ലൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നത്. പോകുമ്പോൾ അല്ലിന് കുറച്ച് വിഷമൊക്കെ ഉണ്ട്. അല്ലും എല്ലാ പ്രാവശ്യം പറയും ഈ 1 ഡേ സ്റ്റേ എന്നുള്ളത് ഭയങ്കര ഇതാണ്, ഒരു ദിവസം കൂടി എടുക്കണം എന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ ചെക്കൗട്ടൊക്കെ ചെയ്തു, വാലറ്റിൽ നിന്ന് വണ്ടിയൊക്കെ എടുത്ത് തിരിച്ച് അബുദാബിയിലേക്ക് പോകും. ഇതിനിടയിൽ എൻ്റെ നടുവൊന്ന് ചെറുതായി ഒളിക്കുക, ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കാറുള്ളതാണ്. ശേഷം വീട്ടിലെത്തിയിട്ട് ഒരു 3-4 ഡേയ്സ് പക്ക ബെഡ് റെസ്റ്റ് തന്നെ ആയിരുന്നു. അവിടെയുള്ള ചേട്ടൻ പറയായിരുന്നു നെക്സ്റ്റ് ടൈം വരണം എന്നൊക്കെ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഞങ്ങളാണെങ്കിൽ ഇങ്ങനെ നമ്മളിപ്പോൾ പോയ സ്ഥലത്ത് തന്നെ പിന്നെയും സ്റ്റേക്കേഷനോടെ എനിക്കും കാർത്തിക്ക് യോജിപ്പില്ല. വേറെ സ്ഥലം കാണുക അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഇടയിൽ. അപ്പോൾ നിങ്ങൾ ഇതൊരു സ്റ്റേക്കേഷൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ദിവസം ഫാമിലി ഒത്തിട്ടൊന്ന് നോക്കി നോക്കും. നമുക്ക് വേണ്ടി നമ്മൾ കണ്ടെത്തുന്ന ഒരു സമയം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ഞങ്ങൾക്ക് ഇതുപോലെ സ്റ്റേക്കേഷനും ട്രിപ്പ് പോകാനും ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. കാർത്തിക്കും എനിക്കും ട്രിപ്പിനോടാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ ആ കൂടെ ഒന്ന് വലുതായിട്ട് വേണം കുറച്ച് ട്രിപ്സൊക്കെ അടിക്കാൻ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്യുക. ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. Until then, next time, see you. It's signing Akshara. Bye bye.